ക്രിസ്തു സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹത്തിന് കയ്യും കാലും മുളച്ചതാണ് ക്രിസ്തു. ക്രിസ്മസ്. ക്രിസ്തു എപ്പോ എന്നിൽ രൂപപ്പെടുന്നുവോ അപ്പൊ ക്രിസ്മസ് ആയി. പ്രിയ മക്കളെ, ഇത്രയും സ്പെഷ്യലായിട്ട് എന്നെ കരുതുന്ന ഈ ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നത് എത്രയോ മോശവും ഭയാനകവുമാണ്. നമുക്ക് ചേർത്ത് പിടിക്കാം ഈ ക്രിസ്മസിന് മറ്റൊരു ക്രിസ്തുവായി മാറാൻ. ഈ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ഇങ്ങനെ തൊട്ടുമുത്തി ഈ പരിമളം നമുക്ക് കിട്ടണം. നക്ഷത്രം അണഞ്ഞു പോയപ്പോഴല്ലേ അവരെ വഴികാട്ടിയായ ആ വെളിച്ചം അണഞ്ഞു പോയപ്പോൾ അവർ നേരെ കയറിപ്പോയത് ഹെറോദോസിന്റെ ഭവനത്തിലാണ്. അവിടെ രക്തസാക്ഷിത്വം, രക്ഷ ആഘോഷിക്കേണ്ടത് രക്തസാക്ഷിത്വത്തിന്റെ ഭവനമായി മാറി അല്ലേ. അവിടെ അലച്ചിലും മുറവിളിയും വിലാപവും കരച്ചിലും ഭയാനകമായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. നമ്മളെല്ലാവരും ക്രിസ്മസ് മൂഡിലായിരിക്കും, ക്രിസ്മസിൻ്റെ തിരക്കുകളിലായിരിക്കും. ആ തിരക്കുകളിൽ നിന്ന് വിട്ട് അല്പനേരം ക്രിസ്തുവിനോടൊപ്പം, ഉണ്ണീശോടൊപ്പം നമുക്ക് ചെലവിടാം. വായോ, നമുക്കൊന്ന് ക്രിസ്മസിനെ പറ്റി ചിന്തിക്കാം. ഓക്കെ. ക്രിസ്തു സ്വർഗത്തിലെ അപ്പൻ്റെ സ്നേഹത്തിന് കയ്യും കാലും മുളച്ചതാണ് ക്രിസ്തു. ക്രിസ്മസ്. ക്രിസ്തു എപ്പോ എന്നിൽ രൂപപ്പെടുന്നുവോ അപ്പൊ ക്രിസ്മസ് ആയി. ക്രിസ്തു രൂപപ്പെടണമെങ്കിൽ എന്ത് വേണം? സ്നേഹം, സ്നേഹം, സ്നേഹം. സ്നേഹം മാത്രം മതി. സ്നേഹം വരുമ്പോൾ ക്രിസ്തു രൂപപ്പെടും. ഉദാഹരണത്തിന് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ. ഓക്കെ. സ്നേഹം മുകളിലോട്ട് ദൈവത്തിലേക്ക്, മറ്റാരേക്കാൾ ഉപരിയായി, മറ്റെന്തിനേക്കാൾ ഉപരിയായി, മറ്റേ ലോകത്തിലെ സർവ്വ സൃഷ്ട ചരാചരങ്ങളെക്കാൾ ഉപരിയായി മുകളിലെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തു ജനിക്കുന്നു. അടുത്ത ട്രയാങ്കിളിലെ ഒരു ഭാഗം ലോകം, മറ്റുള്ളവരെ, വീട്ടുകാരെ, സ്വന്തക്കാരെ, ബന്ധുക്കളെ, പ്രകൃതിയെ, മറ്റ് സൃഷ്ട വസ്തുക്കളെ, ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തു രൂപപ്പെടുന്നു. അടുത്ത ബാക്കിയാരോ? ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ, എന്നെ ദൈവം സൃഷ്ടിച്ച് വളരെ സുന്ദരമാക്കി മനോഹരമാക്കിയ എന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്ത് ആദരവോടുകൂടി സ്നേഹിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവിടെ ക്രിസ്തു രൂപപ്പെടുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം. ഈ മൂന്നും കൂടി ചേരുമ്പോൾ അവിടെ ദൈവം ജനിക്കുന്നു. ഓക്കെ. ഇനി ഇതല്ലെങ്കിൽ, ഓക്കെ, ഇത് ക്രിസ്തു ജനിച്ചില്ലെങ്കിൽ NPD എന്ന് പറയുന്ന ഒരു മാനസിക രോഗം ജനിക്കും. അതേതാണെന്നറിയാമോ? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്ന് വെച്ചാൽ എന്നെ മാത്രം സ്നേഹിക്കുന്നു. ഓക്കെ. എനിക്ക് എന്നോട് തന്നെ ഒരു ആദരവ് തോന്നുന്നു. ആദരവ് വേണം, ആരാധനയാകരുത്. ഓക്കെ. എന്നോട് തന്നെ സ്നേഹം, മറ്റാരേക്കാൾ ഉപരിയായി. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യത്തില്ല. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഞാൻ അവഗണിക്കുന്നു, എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഞാൻ മാത്രം ലൈം ലൈറ്റിൽ വരണം. ഓക്കെ. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എല്ലാ ഫോക്കസ് ലൈറ്റ് എന്നിലേക്ക് തിരിയുമ്പോൾ അതൊരു നമുക്ക് ആവശ്യമില്ലാത്ത ഒരു മാനസികമായ ബുദ്ധിമുട്ടിലേക്കും മാനസിക രോഗത്തിലേക്ക് നയിക്കും. അതാണ് NPD എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അതിനെ അങ്ങ് വിട്ടേക്കാം. നമുക്ക് ക്രിസ്തുവാണ് നമ്മുടെ എല്ലാം. മക്കളെ, ഒന്ന് വിചാരിക്കാം, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും? ആ കുഞ്ഞിന് ചുറ്റിലും ചുറ്റുപാടിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കുമ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുജനങ്ങളുണ്ട്. ഇനി എനിക്ക് കൂടെ കളിക്കാൻ ഇതുപോലെ പാവക്കുട്ടികളും വളർത്തുമൃഗങ്ങളും, ടാബുണ്ട്, ലാപ്പുണ്ട്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, എന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന സകല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സങ്കടം, എന്നെ മനസ്സിലാക്കാൻ ഒരാൾ പോലുമില്ല. എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കാൻ ഒരാൾ പോലും ഇല്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. ഓക്കെ. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഉപദേശം വേണോ? കേൾക്കാൻ ഇഷ്ടമാണോ? നമ്മൾ ഗുണദോഷിക്കുന്നത് ഇഷ്ടമാണോ? നമുക്ക് സമ്മാനം, നമ്മൾ ആ സമയത്ത് നമുക്ക് അതൊന്നും വേണ്ട.
വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ഉപദേശവും വേണ്ട, ഒരു കുറ്റപ്പെടുത്തലും വേണ്ട, നമ്മുടെ ഒന്ന് അടുത്തിരുന്നാൽ മതി അല്ലേ? ആ സാന്നിധ്യം നമ്മൾ ആശ്വസിപ്പിക്കും, ആ സങ്കടത്തിന് ഒരു റിലീഫാകും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ തൊപ്പിയിട്ടിരിക്കുവാണ്. ഓക്കെ, ചെയ്യുന്നതെല്ലാം പ്രശ്നം, ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങളാകാൻ മാറിപ്പോയത്. അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ തോറ്റിരിക്കുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ആരെയും കാണണ്ട, ഫേസ് ചെയ്യണ്ട, കുറച്ച് പ്രൈവസി വേണമെന്നൊക്കെ പറയില്ലേ, ഒരു സ്പേസ് വേണമെന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ആരെയും കാണണ്ട, ആരെയും കേൾക്കണ്ട. ആ സമയത്ത് ഞാൻ എന്നിലേക്ക് ഉൾവലിയുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞാൻ വായിക്കുന്നത് അതെനിക്ക് ഉൾക്കാഴ്ച തരുന്നതായി മാറണം. എന്നെ ഈ ഫീനിക്സ് പക്ഷി കേട്ടിട്ടുണ്ടോ? ചാരത്തിൽ നിന്ന് ചിറകടിച്ചുയരുന്ന പക്ഷിയാണ് ഫീനിക്സ് പക്ഷി. അതുപോലെ കുതിച്ചുയരാനുള്ള ഒരു മോട്ടിവേഷനും ഒരു സ്പിരിറ്റ്, ഒരു ത്വരയൊക്കെ തരുന്നതായിരിക്കണം മക്കളെ. ഇങ്ങനെ തരാൻ വിഷമിച്ചിരിക്കുമ്പോൾ മറ്റാരേക്കാൾ ഉപരി അടുത്തിരുന്ന് അനുഭവം തന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് ഒരാളേ ഉള്ളൂ. ഈ ആകാശം ചായിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഈ ഉണ്ണിക്കുട്ടൻ. അടുത്ത് നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ഊർജമായി മാറി, ഉൾക്കാഴ്ചയായി മാറി, ഓരോ സമയം വായിക്കുമ്പോഴും അത് ജീവിക്കാനുള്ള പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കുന്നത് ഏതെങ്കിലും ഒരു ബുക്കുണ്ടോ ലോകത്തിലെ? ഇത് മാത്രം, വചനം മാത്രം. ദൈവം നമുക്ക് തന്ന, സ്വർഗത്തിലെ അപ്പൻ തന്ന ക്രിസ്തുവും ഈ ദൈവ വചനവും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, വളർത്തും. ഈ ലോകം നമ്മൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കും. ഓക്കെ, അതാണ് ക്രിസ്മസിനെ സിസ്റ്ററിന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇനി നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിൽ പേരുള്ള ദൈവങ്ങളും പേരില്ലാത്ത ദൈവങ്ങളും ഉണ്ട്. ആണോ അല്ലയോ? നമുക്ക് പേഴ്സണലായിട്ട് പേര് പറഞ്ഞ് മനസ്സിലാക്കുന്ന ദൈവങ്ങളുണ്ട്, പേരില്ലാത്ത ദൈവങ്ങളുണ്ട്. നമുക്കറിയാവുന്നുള്ള ദൈവങ്ങളുണ്ട്, നമുക്കറിഞ്ഞൂടാത്ത ദൈവങ്ങളുണ്ട് അല്ലേ? ലോകം എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ദൈവങ്ങളുടെയും പേരും ഊരും നാടും ജനനവും അങ്ങനെ നമുക്ക് പലതും അറിയത്തില്ല. ഓക്കെ, പക്ഷെ നമുക്കറിയണം, ക്രിസ്തുവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയണം. ഓക്കെ, ഇങ്ങനെയുള്ള ലോകമാണ്. ഈ ലോകത്തിലെ ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണി ഈശോയെ വ്യത്യസ്തമാക്കുന്നത് എന്താ? ഈ ദൈവത്തിന് പേരുണ്ടെന്ന് മാത്രമല്ല, പേര് വിളിച്ച് സ്നേഹിക്കുന്ന ദൈവം. ഓക്കെ, പേര് വിളിച്ച് ദൈവം സ്നേഹിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ബൈബിളില്? ആദം നീ എവിടെയാണ്? കണ്ടോ, ആദ്യത്തെ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ പേര് വിളിച്ച്, ആദം പേര് വിളിച്ച് നീ എവിടെ? നമുക്ക് ഒരു കൂട്ടം ആൾക്കാർ സിസ്റ്ററിന്റെ മുന്നിലുണ്ടോന്ന് വിചാരിച്ചോ? എല്ലാവരെയും സിസ്റ്ററിനെ അറിയണമെന്നുണ്ടോ? എല്ലാ സിസ്റ്ററിനെ അറിയാം. ഇത് പെൺകുട്ടിയാണ്, ഇത് ആൺകുട്ടിയാണ്, ഇവൻ പ്രായമുണ്ട്, പ്രായമില്ല, വണ്ണമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സിസ്റ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തത സിസ്റ്ററിന് മനസ്സിലാവും. പക്ഷേ ഇത് ലിജോ ആണ് എന്ന് പറയണമെങ്കിൽ ലിജോ ആയിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാവണം. ഒരു ദിവസമല്ല, ബന്ധം മറക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ പല ദിവസം മിണ്ടിയും പറഞ്ഞും കാര്യങ്ങൾ ഷെയർ ചെയ്ത് വരുമ്പോൾ എൻ്റെ നാവിൻ തുമ്പത്ത് ലിജോ എന്നുള്ള വാക്ക് വരും. അങ്ങനെ വരണമെങ്കിൽ ആ ദൈവത്തിന് എന്നെപ്പറ്റി കൂടുതൽ അറിയണം, A to Z മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ദൈവമാണ് മക്കളെ നമുക്കുള്ളത്. ഇത് സുനിതയാണെന്നും ഇത് ലിജോ ആണെന്നും ഇത് അരുണാണെന്നും ഒക്കെ തിരിച്ചറിയാൻ പറ്റിയ ഒരു ദൈവം അല്ലേ? അതാണ് പുൽക്കൂട്ടിൽ നമുക്ക് വേണ്ടി വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു. ഓക്കെ, ഇനി അടുത്തത്, നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും സ്പെഷ്യൽ വ്യക്തിയാകണ്ട, നമുക്ക് അത് അങ്ങനെ ആഗ്രഹം മനുഷ്യനില്ല. പക്ഷെ ഒന്നോ രണ്ടോ പേരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിലെങ്കിലും നമ്മളൊരു സ്പെഷ്യൽ ആകണം അല്ലേ? മറ്റുള്ളവർക്ക് നമ്മളൊരു മിസ്സിങ് ഫീലിംഗ് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ആളോട് പോയി അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഒരു ഫീലിംഗ് കൊടുക്കുന്ന ഒരാളുണ്ടാകണം. ചിലപ്പോൾ അത് തേടി നമ്മളിങ്ങനെ നടക്കും. പ്രണയം എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്പെഷ്യലായിട്ട് കരുതുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വഴി യാത്രയിൽ കണ്ടുമുട്ടുന്നു, സ്നേഹിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരുടെ പ്രതീക്ഷകൾ നിറവേറാതെ അവരേതെങ്കിലും ഒരു ഘട്ടത്തിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ വളരെ കൂളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മക്കളെ നമുക്കുള്ള ഒരു ഹാർട്ട് ബീറ്റിൻ്റെ ലെവലൊന്ന് മനസ്സിലാക്കിക്കേ. അതൊക്കെല്ല നമ്മൾ വിചാരിച്ചു ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുമ്പം പുള്ളിക്കാരനും കൈ പിടിച്ച് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷെ പെട്ടെന്നാണ് മനസ്സിലായത് പുള്ളി പകുതി വഴിക്ക് വളരെ കൂളായിട്ട് ഒരു വികാരവും ഇല്ലാതെ ദേ പോകുന്നു, ആരുടെയോ കൈ പിടിച്ച് പോകുന്നു. അപ്പോൾ കൂടുതൽ വിഷം തളർന്നു പോകുമല്ലേ? ഈ അവസ്ഥയിലും നിന്നെ സ്പെഷ്യലായിട്ട് പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് നിന്നെ സ്വീകരിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട് എന്ന് പറയുന്ന ക്രിസ്തുവാണ്
ദേ ഇവിടെ നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ പേര് വിളിച്ച് സ്നേഹിക്കുന്ന ദൈവം പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1. അങ്ങനെയാണെങ്കിലല്ലേ ഈ ലോകത്തിൽ എന്തുമാത്രം കോടാനുകോടി ജനങ്ങളാണ് ഞാൻ എൻ്റെ ഈശോയെ അപ്പായെ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ദേ വരുന്നു എൻ്റെ കുട്ടാ ഡോണ്ട് വറി എന്ന് പറഞ്ഞ് വരണമെങ്കിൽ അത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് പറയത്തില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാവേ, നാളെ വരാം, അയ്യോ ഭയങ്കര തിരക്കാണ്, ബിസിയാണ്. അങ്ങനെ കർത്താവ് ടൈം സ്ലോട്ട് ഇട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലോ അങ്ങനെ ദൈവങ്ങൾ കാണും. പക്ഷെ നമ്മുടെ ക്രിസ്തു അങ്ങനെയല്ല. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. ഓക്കെ, ഇത് നോക്കിക്കേ, ഇതെന്നാ നക്ഷത്രം. നക്ഷത്രം നോക്കി യാത്ര ചെയ്തതാരാ? നമ്മൾ പുൽക്കൂട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദേ ഇരിക്കുന്ന ഈ രാജാക്കന്മാരാണ്. ഇവിടെ ഓക്കെ, ഇത് രാജാക്കന്മാരാണ്, 3 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ സ്റ്റാൻഡേർഡ് എന്താ? ഒരു ഭയങ്കര പ്രൊഫൈലില് ഹൈ പ്രൊഫൈലാണ്. പ്രജകളല്ല, രാജാവാണ്, നിയന്ത്രിക്കുന്നവരാണ്, അധികാരമുള്ളവരാണ്. അവരുടെ വാക്കിന് ഭയങ്കര വിലയാണ്. ഓക്കെ, സ്വർണത്തേക്കാൾ വിലയാണ് അവരുടെ ഓരോ വാക്കുകൾക്കും. ഇങ്ങനെ പവറുള്ള, അധികാരവും പ്രശസ്തിയൊക്കെ ഉള്ള രാജാക്കന്മാരാണ്. കണ്ടില്ലേ, അവരുടെ നിപ്പും ഇരിപ്പും തന്നെ അത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ്. മക്കളെ, ഈ രാജാക്കന്മാർ വിചാരിക്കുക സത്യാന്വേഷികളാണ്. സത്യം അന്വേഷിച്ച് നടക്കുന്നവരെ സത്യാന്വേഷികൾ. ഏതാണ് ട്രൂത്ത്? ഇത് ശരിയാണോ? ഇത് കറക്റ്റാണോ? ആ സത്യം അന്വേഷിച്ചിറങ്ങിയവരാണ്. ഈ ഇറങ്ങിയവർ കാണുന്നത് തന്നെ പുൽക്കൂട്ടിൽ പിറന്ന ഒരു ശിശു. ആ ശിശു കിടക്കുന്ന ഒരു കാലിത്തൊഴുത്തിൽ, ഒരു കുഞ്ഞി കൂര, അതല്ലേ നമ്മൾ കാണുന്ന ആടിനെയും ഒക്കെ താമസിക്കുന്നത്. നമ്മളെപ്പോലെ ഹൈഫൈ ടെറസ് വീടായിരിക്കത്തില്ല, എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കത്തില്ല. ഈച്ചയും പിന്നെ ഒരു മൂത്രമൊഴിച്ചതും ഒരു കാഷ്ടമൊക്കെ കിടക്കുന്ന സ്ഥലമായിരിക്കും. അങ്ങനെ ഉള്ളിടത്ത് നമ്മളെന്നാ കുനിഞ്ഞു കയറണം, അല്ലേ? നമ്മളിങ്ങനെ കുനിഞ്ഞു കയറണമെങ്കിൽ ആ എളിമ വേണം. അങ്ങനെ പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ കാണാൻ വേണ്ടി കുനിഞ്ഞു കയറി എളിമപ്പെട്ടവർ, ഈ ശിശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്നവർ. അത് സാധാരണ ഒരു പ്രജല, ഒരു രാജാവ് മുട്ടുമടക്കണമെങ്കിൽ അതിനത്രമാത്രം വിലയുള്ള, അല്ലെങ്കിൽ ഇവരെക്കാട്ടിലും ബഹുമാനിക്കുന്ന, റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളായിരിക്കണം, അല്ലേ? അങ്ങനെ മുട്ടുകുത്തി രാജാക്കന്മാർ എളിമപ്പെടുന്നതാ. ഇനി ഈ പുത്രൻ, ഈ കുഞ്ഞു വാവയെ അല്ലെങ്കിൽ ഉണ്ണീശോയെ നോക്കി യഹൂദന്മാരുടെ രാജാവ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അത് പ്രഖ്യാപിക്കാനുള്ള ചങ്കറപ്പുള്ള രാജാക്കന്മാർ. പ്രിയമക്കളെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എളിമപ്പെടാനുള്ള ഒരു കൃപ ചോദിക്കണം. എത്ര ഉയർന്നാലും നമുക്കുള്ളത് ഭയങ്കര സംഭവമാണെന്ന് പറയാതെ, ഇല്ല, ദൈവം തന്നാലേ നമുക്കുള്ളൂ. നമുക്ക് ഈ ക്രിസ്തുവിനെ ആരാധിക്കാനും വണങ്ങാനും നമ്മൾ മുട്ടുമടക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ചു വാങ്ങണം. ഓക്കെ, ചോദിക്കില്ലേ, നമുക്കും രാജാവാകണം. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാജകുമാരനായിട്ട് രാജകുമാരിയായിട്ടാണ് ഭൂമിയിൽ പിറക്കുന്നത്, പക്ഷെ ജീവിക്കുന്നത് തവളക്കുട്ടികളെ പോലെയാണ്. വി ലിവ് ലൈക്ക് ഫ്രോക്സ് ബട്ട് വി ആർ ബോൺ ലൈക്ക് എ പ്രിൻസ് ആൻഡ് പ്രിൻസസ്. അനാറത്. ഓക്കെ, ഇതുപോലെ നല്ല സ്റ്റാൻഡേർഡുള്ള രാജാക്കന്മാരായിരിക്കും. ഇവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ കർത്താവ് ഒന്നാമത്തത്. അതുകൊണ്ടല്ലേ ഇവർക്ക് എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ല? നമ്മളെപ്പോലെയൊന്നും അല്ല. അതൊക്കെ വിട്ടിട്ട് ഒരു ഫോക്കസ് ലക്ഷ്യം വെച്ച് വന്ന് മുട്ടുമടക്കി ആരാധിച്ച് പോയവർ. അടുത്ത കാര്യം നമുക്ക് നോക്കാം. നക്ഷത്രങ്ങളെ നോക്കി. നക്ഷത്രം, ഓക്കെ, ഒരു നക്ഷത്രം കാണണമെങ്കിൽ എന്നാ ചെയ്യണം? തല ഉയർത്തണം, അല്ലേ? പൊക്കണം, അല്ലേ? നമുക്ക് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. ഒരു നക്ഷത്രം കാണണമെന്ന് ആഗ്രഹത്തോടെ നമ്മൾ തല ഉയർത്തുമ്പോൾ 1000 നക്ഷത്രങ്ങൾ കാണും, അല്ലേ? ആകാശ വിസ്മയം നമ്മൾ കാണും. ഓക്കെ, ഇതുപോലെ എൻ്റെ പ്രിയ മക്കളെ, നമ്മൾ ഒരു നക്ഷത്രമാക്കിയതിൻ്റെ പിന്നിൽ, അല്ലേ? നമ്മൾ ഒന്നുമില്ലാത്തവരെല്ലാം നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഗുണങ്ങളും കഴിവുകളും നിറച്ചു തന്നതാണ് നമ്മളായിരിക്കുന്നത്. ഒക്കെ വിലയുള്ള സാധനമാണ്. ഇതിങ്ങനെ ആക്കിയതിൻ്റെ പിന്നിൽ 1000 ആൾക്കാരുണ്ടാവും. കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ച അമ്മ തുടങ്ങി കുർബാനയപ്പം വിളമ്പിത്തന്ന വൈദികൻ വരെ ആ ലിസ്റ്റിൽ വേണം. ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ചിന്ത, ഈ ലൈറ്റ്, പ്രകാശം, സിസ്റ്റർ പറഞ്ഞാൽ ആകാശം നോക്കണം. ഈ നമ്മൾ നോക്കുമ്പോൾ ചില നക്ഷത്രങ്ങൾ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നു, ചിലത് വളരെ കുഞ്ഞിക്കയായിട്ട് ഷൈൻ ചെയ്യുന്നു, ചിലതിന് അങ്ങനെ പ്രകാശം ഇല്ല, മങ്ങിയ പ്രകാശമായിരിക്കും. അതായത് ചില നക്ഷത്രങ്ങൾ നല്ല പ്രകാശിക്കുന്നു, ചിലത് തിളങ്ങുന്നില്ല. സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന അടുപ്പം കൂടുന്തോറും അതിൻ്റെ പ്രകാശം കൂടുതലായിരിക്കും. ഇനി അകലും തോറും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇതുപോലുള്ള ഗ്രഹങ്ങൾ അകലെയാണ്.
ഇവയ്ക്ക് തിളക്കം കുറവാണ്, ഇരുണ്ടതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വെളിച്ചം ആരാ? നമ്മുടെ പ്രകാശം ഏതാ? ക്രിസ്തു അല്ലേ. വചനം എന്താ പറയണത്? സങ്കീർത്തനം 34:5 അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ഓക്കെ. ഇനി 27 സങ്കീർത്തനം 1 എന്താ പറയണത്? കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഇല്ലേ. അപ്പോൾ പ്രകാശം. അപ്പം സൂര്യൻ എന്ന് പറയുന്ന ആ വലിയ പ്രകാശം നമ്മുടെ ദൈവമാണെന്ന് വിചാരിക്കുക. നമ്മുടെ ദൈവം, ഈ ദൈവത്തോട് ഒട്ടി നിൽക്കുമ്പോൾ, ചേർന്ന് നിൽക്കുമ്പോൾ ഇതേ തിളക്കം എനിക്കുണ്ടാവും. കണ്ടിട്ടില്ലേ നമ്മൾ ഫോട്ടോ വെഡ്ഡിങ്സിനൊക്കെ കണ്ടിട്ടില്ലേ? പ്രോഗ്രാം എന്തുമാത്രം ലൈറ്റാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അപ്പം നമ്മൾ കുറച്ചൊരു ക്യൂട്ടായിട്ട് മിടുക്കത്തിയായിട്ടിരിക്കുക. ഇരുട്ടിൽ പോയി നിന്നാലോ സിസ്റ്റർ കരുവാളിച്ച മുഖമായിട്ട് നിൽക്കുക, കാണാൻ ഒരു ഗുമ്മ് കാണത്തില്ല. പിന്നെ വെളിച്ചത്തോടെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ ലൈറ്റ് വരുമ്പോൾ ഒരു എക്സ്ട്രാ എനർജി, ഒരു എക്സ്ട്രാ സൗന്ദര്യമാണ്. അപ്പം ഇതുപോലെ മക്കളെ ദൈവത്തോട് ഇങ്ങനെ ചേർന്ന് നീ ഒട്ടി നിന്നോ, ഈ തിളക്കം ഇവിടെ അടിച്ച് ഇതും തിളങ്ങാൻ തുടങ്ങും. ക്യൂട്ടല്ലേ? നല്ല സുന്ദരന്മാരായിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലൊരു നക്ഷത്രം, അത് നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ്. ഈ നമ്മുടെ ജീവിതം വരുമ്പോൾ പല പല കാർമേഘങ്ങൾ വരും. പക്ഷെ ഈ സൂര്യൻ അടുത്തുണ്ടെങ്കിൽ അത് നമുക്ക് നിഷ്പ്രയാസം കളയാം. ഇടിയും മിന്നലും ഒക്കെ വരും, കാറ്റും കോളും ഒക്കെ വന്നാൽ അത് കടന്നു പോകും. നമ്മൾ വീണ്ടും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, പ്രൈസ് ഗോഡ്. ഇനി അടുത്തത് മക്കൾ, നമ്മളിവിടെ കുറച്ച് മൃഗങ്ങളെ കാണും. 2 ഇരിപ്പുള്ളൂ. പക്ഷെ നമ്മൾ ആ ഈശോ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് പോയിക്കേ. ബൈബിളിൽ കഴുതയെ പറ്റി പറയുന്നുണ്ട്, കുതിരയെ നമുക്ക് കാണാം, പന്നി കാണാം, പിന്നെ എന്താ സിംഹം. ഓക്കെ, ഇതുപോലെ പല മൃഗങ്ങളുണ്ട്. ഇനി ഉദാഹരണത്തിന് കുതിര എന്തിനാണ് കാണിക്കുന്നത്? ശക്തി, യുദ്ധം ചെയ്യാൻ, ഓക്കെ, ശത്രു സൈന്യത്തെ നേരിടാൻ ഒക്കെ കുതിര ഉണ്ട്. കുതിരയെ സിംബോളിക്കായിട്ട് കാണിക്കുന്നതും ഉപയോഗിച്ചിരുന്നതും അങ്ങനെയാണ് രാജാക്കന്മാരൊക്കെ. ഇനി അടുത്ത ഒരു മൃഗം സിംഹം രാജത്വം, രാജാവ്, കാട്ടിലെ രാജാവ്. ഈശോയെ ഉപമിക്കുന്നില്ലേ? ലയൺ ഓഫ് ജൂഡ. ഓക്കെ. ഇനി അടുത്ത മൃഗം ആരെ എടുക്കാം നമുക്ക്? ആട്, ലാംബ് ഓഫ് ഗോഡ്. നിർദോഷിയാണ്, പാവമാണ്. ഓക്കെ. എന്താണ് ഈശോയെ പറയുന്നത് എങ്ങനെയാ? ലാംബ് ഓഫ് ഗോഡ്. ചെമ്മരിയാടിനോട് ഉപയോഗിക്കുന്ന, യാഗത്തിന് ഉപയോഗിക്കുന്ന മൃഗമാണ് നമ്മുടെ ആട്. ഇനി അടുത്ത ആരാ? നമുക്ക് പന്നി എടുക്കാം. പന്നി പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ യഹൂദരുടെ പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ പന്നി ഇംപ്യൂറാണ്. ഒരു ചത്ത പന്നിയെ തൊടുകയോ ഭക്ഷിക്കുകയോ ചെയ്യാറില്ല അവരെ. ഓക്കെ, നമ്മളിപ്പം തട്ടിവിടാറുണ്ട്, അതല്ല, അവരുടെ കാലത്ത് അങ്ങനെയായിരുന്നു. എങ്കിലും നമ്മൾ പന്നിക്കൂടിന് അടുത്ത് കൊണ്ടുപോയി വീട് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ? കാരണം ഭയങ്കര സ്മെല്ലായിരിക്കും. മറ്റു മൃഗങ്ങളെ പോലെയല്ല, ഇംപ്യൂരിറ്റിയാണ് കാണിക്കുന്നത്. മാത്രമല്ല ലോ സ്പിരിച്വാലിറ്റി, അതാണ് ആ മൃഗത്തെ കാണിക്കുന്നത്. പിന്നെ ബ്രോക്കൺനെസ് അറ്റ് ദ കോർ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രോക്കൺനെസ്. ദൂർത്തുപുത്രനെ കണ്ടില്ലേ? തവിടും കഴിച്ച് പന്നിയോട് മല്ലിട്ട് കിടന്ന്. അപ്പോൾ അത്രമാത്രം ലോ സ്റ്റാൻഡേർഡിലേക്ക് കാണിക്കുന്നതും ആത്മീയത വളരെ കുറവ് കാണിക്കുന്നതും ഉള്ള മൃഗമാണ്. അതോടൊപ്പം തന്നെ ഈശോ ആരെയാ? നമ്മുടെ പിശാചിനെ പറഞ്ഞ് ഈവിൾ സ്പിരിറ്റിനെ കാസ്റ്റ് ഔട്ട് ചെയ്തത് പന്നിയിലേക്കാണ്. അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയ മക്കളെ, ഇനി ഒരു മൃഗം കൂടിയുണ്ട്, കഴുത. എന്നാ? സാധാരണ മനുഷ്യരുടെ വാഹനമാണ്, പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് കഴുത. സാധനങ്ങളായാലും ആൾക്കാരെ കയറ്റാനും ഇറക്കാനും ഒക്കെ കൊണ്ടു നടക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് കഴുത. നമ്മുടെ ഈശോ ഉപയോഗിച്ചു അല്ലേ? രാജകീയ പ്രവേശത്തിന് ഉപയോഗിച്ചത് കഴുത. എലിസബത്തിനെ കാണാൻ പോയപ്പോൾ അമ്മ ഉപയോഗിച്ചിരുന്നത് ഒരു പക്ഷേ കഴുതയായിരിക്കും. കഴുതയുടെ പുറത്താണ് പരിശുദ്ധ അമ്മ ഔസേപ്പിതാവും അമ്മയ്ക്ക് പ്രസവ സമയമായപ്പോൾ യാത്ര ചെയ്തിരുന്നതും ഓരോ സത്രത്തിൽ പോയി നോക്ക് ചെയ്യുന്നത്, കൊട്ടുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഉപയോഗിച്ചിരുന്നത്, വാഹനമായി ഉപയോഗിച്ചിരുന്നത് കഴുതയാണ്. യുവാവായ ക്രിസ്തു ഒക്കെ ജെറുസലേം പള്ളി, വലിയ പള്ളി, മഹത്തായ പള്ളി, ആ പള്ളിയിലേക്ക് ഒരു രാജകീയമായി പ്രവേശിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാ? കുതിരയല്ല, സിംഹമല്ല, ഒട്ടകമല്ല, പന്നിയല്ല, കഴുതയാണ്. ഈ കഴുതയെ പറ്റി ഉപമിക്കുമ്പോൾ മറ്റു മൃഗങ്ങളെക്കാൾ വളരെ ബലഹീനനാണ്, വൾനറബിൾ ആണ്. ഉപദ്രവിക്കാൻ, നമുക്ക് വേഗം ഉപദ്രവിച്ച് അതിനെ തകർക്കാൻ പറ്റിയ മൃഗമാണ്. എന്നാൽ സിംഹത്തോട് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല, കുതിരയോടോ ഒട്ടകത്തോടോ നമുക്ക് അതോടെ ഇഞ്ചോടിഞ്ച് പോരാടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വിജയ സാധ്യത ഉറപ്പുള്ള, തകർക്കാനുള്ള സാധ്യതയുള്ള ഒരു മൃഗമാണ് കഴുത. ഇനി വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ എളിമയുമായിട്ടാണ് നമ്മൾ കഴുതയെ ഉപമിക്കുന്നത്.
ഓക്കെ, എളിമയുടെ രാജകുമാരൻ എന്നൊക്കെ ആണല്ലോ പറയുന്നത്. കഴുതപ്പുറത്ത് വന്ന പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തെ സൂചിപ്പിക്കുന്നത് കഴുതയാണ്. മക്കളെ, ഇനി ആ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലെന്നാ പറയണത്, ഈശോയുടെ ശിഷ്യന്മാർ വന്ന് അത് അഴിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ആരെങ്കിലും വന്ന് ഇതെന്തിന് കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചിലപ്പോഴെങ്കിലും ചിന്തിക്കും, എനിക്കാരുമില്ല, ആർക്കും എന്നെ വേണ്ട, എന്നെ ഒന്നിനും കൊള്ളാത്ത ആളെയാണ് ഞാൻ. നമ്മൾ ആ സമയത്ത് ഓടിപ്പോണം കർത്താവിൻ്റെ അടുത്ത്. കർത്താവിന് നമ്മൾ ഡിമാൻഡഡ് ആണ്, വാണ്ടഡ് ആണ്. ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മൾ ഓടിപ്പോയിട്ട് പറയണം, കർത്താവെ എന്നെ എടുത്തുപയോഗിക്കണേ, ഒരു കഴുതക്കുട്ടിയെ പോലെ എന്നെ അഴിച്ചുകൊണ്ട് പോണേ. ഈ അഴിച്ചുകൊണ്ട് പോയ കഴുതയുടെ പ്രത്യേകത എന്താ? അവിടെയാണ് ഒരു രാജാവ് കയറിയിരിക്കുന്നത്. ഫോക്കസ് ലൈറ്റ് വരുന്നത് ഈ കഴുതയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഉപയോഗമുള്ളവരാണ്, നല്ലവരാണ്, പ്രൊഡക്റ്റീവാണ്. നമുക്ക് ആനന്ദത്തോടെ ജീവിക്കേണ്ടതാണ്. ഈ ലോകം നശിപ്പിച്ച് കളയേണ്ടതല്ല. ആ സാഹചര്യം വന്നില്ലേലും ആണെങ്കിലും മക്കളെ ഓടിപ്പോയി കർത്താവിനോട് പറയണം, കർത്താവേ ഇതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ വിഷ്, നീ കേൾക്കണം. ആ കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് പോയതുപോലെ, കർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടി അഴിച്ചുകൊണ്ട് പോയാലേ എന്നെ ഒന്ന് കൊണ്ടുപോകണേ. ഈ കഴുതയെ പോലെ എളിമയുണ്ട് എന്നെ നിറയ്ക്കണമേ, സമാധാനവും ശാന്തിയും കൊണ്ട് നിറയ്ക്കണമേ. ഇതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. ഇനി ഒരു കാര്യം കൂടി മക്കളെ, ഈ വഴിവിളക്ക് കണ്ടോ? ഈ വിളക്ക് ഇതൊരു സാധാരണ വിളക്കാണ്, നക്ഷത്രവുമായിട്ട് നമുക്ക് ഉപമിക്കാം. ഇത് ഇരുട്ടിലേക്ക് പോകുമ്പോൾ സിസ്റ്ററിനെ ഇത് സഹായിക്കും അല്ലേ? എന്നെ മാത്രമല്ല, എൻ്റെ ചുറ്റുവട്ടത്തുള്ളതിനെ സഹായിക്കും. ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ്, തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ ഇത് സഹായിക്കും. ഇതുള്ളത് കൊണ്ട് ഞാൻ ഫോക്കസ് തെറ്റാതെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, സിസ്റ്ററിന് അവിടെയാണ് പോകേണ്ടത്, അവിടെയാണ്, ഈ പാവയുടെ അടുത്താണ് പോകേണ്ടത്. ഡോളിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഈ വെളിച്ചം എന്നെ ഇവിടെ എത്തിക്കും. ഇവിടെ എത്തുമ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് അവിടെ പോയി ആ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം. ഇരുട്ടാണ് എല്ലായിടവും, ഈ വിളക്ക് മതി എന്നെ ശ്രദ്ധയോടുകൂടി ഇവിടെ കൊണ്ടെത്തിക്കും. ഇതണഞ്ഞു പോയാലോ, ഫോക്കസ് അണഞ്ഞു പോയാലോ, ചിലപ്പോൾ കാലിത്തൊഴുത്തിൽ എത്തിക്കേണ്ട എന്നെ ഹെറോദസിൻ്റെ ഭവനത്തിൽ എത്തിക്കും. നക്ഷത്രം അണഞ്ഞു പോയപ്പോഴല്ലേ, അവരെ വഴികാട്ടിയായ ആ വെളിച്ചം അണഞ്ഞു പോയപ്പോൾ അവർ നേരെ കയറിപ്പോയത് ഹെറോദസിൻ്റെ ഭവനത്തിലാണ്. അവിടെ രക്ഷ ആഘോഷിക്കേണ്ടത് രക്തസാക്ഷിത്വത്തിൻ്റെ ഭവനമായി മാറി അല്ലേ? അവിടെ അലച്ചിലും മുറവിളിയും വിലാപവും കരച്ചിലും ഭയാനകമായിരുന്നു. എന്നാൽ വെളിച്ചം തെളിഞ്ഞപ്പോഴോ, ഫോക്കസ് വീണ്ടും തിരിച്ചു പിടിച്ചപ്പോൾ അവർ നേരെ കാലിത്തൊഴുത്തിൽ പോയി. അവിടെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സംഗമമായിരുന്നു. അവിടെ മാലാഖമാരുടെ പാട്ടായിരുന്നു, ഗ്ലോറിയ, സമാധാനം, സന്തോഷം. ആ ഭവനത്തിൽ അലയടിച്ച് നിൽക്കുമായിരുന്നു രക്ഷയുടെ സന്തോഷം. മറ്റടുത്ത് പാവം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ മാർട്ടർ ചെയ്ത് രക്തസാക്ഷികളായി മാറുന്ന ഒരു ഭവനം. അപ്പോൾ നമുക്കൊരു ചോയ്സ് ഉണ്ട്. വഴിവിളക്ക് നക്ഷത്രം കർത്താവ് കൂടെ വേണം. ഫോക്കസ് തെറ്റാതെ, നമുക്കൊരു ഫോക്കസ് വേണം ആദ്യമേ. ഓക്കെ, ഈ ഫോക്കസ് നോക്കി അണയാതെ തിരിയാതെ ഈ വെളിച്ചം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എത്തേണ്ടതും കൈപിടിക്കേണ്ടതും നേരെ ആ പുൽക്കൂട്ടിലാണ്. പുൽക്കൂട്ടിൽ കിടക്കുന്ന രക്ഷകനാണ് എൻ്റെ ദൈവം, എന്നെ പേര് വിളിച്ച ദൈവം, എന്നെ മനസ്സിലാക്കുന്ന ദൈവം, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ദൈവം. പ്രിയ മക്കളെ, ഇത്രയും സ്പെഷ്യലായിട്ട് എന്നെ കരുതുന്ന ഈ ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നത് എത്രയോ മോശവും ഭയാനകവുമാണ്. നമുക്ക് ചേർത്ത് പിടിക്കാം. ഈ ക്രിസ്മസിന് ക്രിസ്തു മറ്റൊരു ക്രിസ്തുവായി മാറാൻ, ഈ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ഇങ്ങനെ തൊട്ടുമുത്തി ഈ പരിമളം നമുക്ക് കിട്ടണം. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പം എന്നിലൂടെ ഈ പരിമളം പരക്കണം. ക്രിസ്തുവിൻ്റെ സുഗന്ധമായി മാറണം, ക്രിസ്തുവിൻ്റെ ശബ്ദമായി മാറണം. ഓക്കെ, ക്രിസ്തുവിൻ്റെ ശബ്ദം ജീവൻ കൊടുക്കുന്നതാണ് അല്ലേ? ദൈവത്തിൻ്റെ ശബ്ദം ഉണ്ടാകട്ടെ, ഉണ്ടായി. സൗഖ്യം കൊടുക്കുന്നതാണ്, വളർത്തുന്നതാണ്, ഉയർത്തുന്നതാണ്. ശബ്ദമായി മാറണം, സ്വരമായി മാറണം, കർത്താവായി മാറണം. അപ്പം അങ്ങനെ ആകാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും വിണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മേരി ക്രിസ്മസ് ടു യു.